ഹായ് കൂട്ടുകാരി, നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? മഴയൊക്കെയല്ലേ, നമുക്ക് അടിപൊളിയൊരു ഇഞ്ചിക്കറി തന്നെ ഉണ്ടാക്കാം. നല്ല അടിപൊളി സ്വാദുള്ളൊരു ഇഞ്ചിക്കറി. ഇതിനാദ്യം വേണ്ടത് ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ് ചാറും അതിൻ്റെ പിന്നെ പുളി, വാളംപുളി പിഴിഞ്ഞ് വെക്കണം. പിന്നെ പച്ചമുളക് 2 എണ്ണം, വേപ്പില, ശർക്കര, വറ്റൽമുളക്, കടുക്, ഉലുവ. ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കാം. അത് കഴിഞ്ഞ് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക്, ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉലുവയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് മുഴുവൻ മുളക് ഒരു 3 എണ്ണം ഒടിച്ച് ചേർക്കാം. പിന്നെ അതിൽ ചേർക്കേണ്ടത് പച്ചമുളക്, വേപ്പില ചേർത്ത് നല്ലപോലെ മുപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഞാൻ മിക്സിയിലാണ് അടിച്ചത്. അത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കൊറ്റനിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് മുരിയണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കരിയാതെ നോക്കണം കേട്ടോ. നല്ല പോലെ അതങ്ങ് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കരിയാതെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഇളക്കിയെടുക്കുക. പിന്നെ അതിൽ ഒഴിക്കേണ്ടത് നമ്മുടെ വാളംപുളി പിഴിഞ്ഞതില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയുടെ ചതച്ച് പിഴിഞ്ഞ് വെച്ച ചാറ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ച് കൊടുക്കാം. ഈ ഇഞ്ചിക്കറിയിൽ ഇത്തിരി മധുരം കൂടി നിൽക്കണം, ടേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ശർക്കര ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ വറ്റിച്ച് ഒന്ന് കട്ടിയാവുന്ന വിധത്തിൽ വറ്റിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡിയാക്കി എടുക്കാം. ഈ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പറയല്ല, 2-3 പറ ചോറെങ്കിലും തിന്നിരിക്കും. അത് സത്യം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. താങ്ക് യു.